ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ ദൈവം വളർത്തിക്കൊള്ളും. ഒരാൾ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ മക്കൾ ഇന്ന രാജ്യത്താണ്, അവർ മനസ്സ് വച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം. എൻ്റെ ചിറ്റപ്പൻ ഒരച്ഛനാണ്, ആ വ്യക്തി ഇന്ന രാജ്യത്താണ്, എന്നാൽ ഞങ്ങളെ ആരെയും കൊണ്ടുപോയില്ല. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ ചിറ്റപ്പൻ കൊണ്ടുപോയിട്ടല്ല നീ രക്ഷപ്പെടാൻ പോകുന്നത്, നിന്നെ ദൈവമാണ് രക്ഷിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ വളർത്തും. നിന്നെ വളർത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കി, അവിടെ ജോസഫ് എന്ന വ്യക്തി അങ്ങ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി അങ്ങ് വലുതായതല്ല. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് നീ കൊള്ളാം, നീ മിടുക്കനാണെന്നും പറഞ്ഞല്ല. എല്ലാവരും കൂടെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടവനാണ് ഇപ്പോൾ മതിലിൻ്റെ മുകളിൽ വളർന്നത്. ശ്രദ്ധിച്ചോ, ഞാനും ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച ഒരുപാട് മതിലുകൾ എൻ്റെ വളർച്ചയുടെ മുമ്പിലുണ്ട്. മനുഷ്യരുടെ രൂപത്തിലും വാക്കുകളുടെ രൂപത്തിലും പല വ്യക്തികളും മതിലായിരുന്നു, സാഹചര്യങ്ങൾ മതിലായിരുന്നു, അന്തരീക്ഷ